Hello guys, welcome back to our new video. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയല്ലേ. ഇന്ന് എന്തിന്റെ വീഡിയോ ആയിരിക്കും? എനിക്കറിയാം, സാറ് അവിടെ ഉണ്ട്, അതുകൊണ്ട് ഓൻ അറിയാം എന്തിന്റെ വീഡിയോ ആണുള്ളത്. അപ്പം ഇന്ന് നമ്മളെ കാനോണിന്റെ 50mm 1.8 ഫോക്കൽ ലെങ്ത് ഉള്ള ഈ ഒരു ലെൻസിന്റെ വീഡിയോ ആണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറ അതിന്റെ ലെൻസ്, പിന്നെ കുറച്ച് ലെൻസും ഇത് അവിടെ ഉണ്ട്. കൈ നിറച്ചും ക്യാമറ ലെൻസ് ആണ്. അപ്പോൾ ഇതിന്റെ വീഡിയോ ആണ് ഇന്ന് മൊത്തത്തില്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാല് 1300 അടി. ഓക്കെ, 1300 അടി വിത്ത് 50mm ലെൻസാണിത്. അല്ല, 55mm ലെൻസാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാവരെയും ഒരു ഡ്രീം ലെൻസ് എന്നൊക്കെ വേണം പറയാം. 8,000-9,000 റുപ്പീസിൻ്റെ അടുത്ത് റൈറ്റ് ഉണ്ട് ഈ ഒരു ലെൻസിന്. ഈ ഒരു ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത അറിയോ? നമ്മൾ അന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. നല്ല ബൊക്കെ എഫക്റ്റും നല്ല ബ്ലറായിട്ട് സെറ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇതിൻ്റെ അകത്ത്. വീഡിയോയിലും ഫോട്ടോയിലും ഒക്കെ പോളിഷ് സാധനമാണ് ഈ ഒരു ലെൻസ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിട്ടിട്ട് ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ ഇതിലേക്കാണെങ്കിൽ ഡയറക്റ്റ് ഇടാൻ പറ്റും. നമ്മൾ ഇപ്പോൾ എടുക്കുന്ന വീഡിയോയിലകത്തേക്ക് ഞാൻ ലെൻസ് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അടിപൊളി ഫോട്ടോസാണ് ഇതിൻ്റെ അകത്ത് നിന്ന് വരിക. പിന്നെ അതേമാതിരി ഇതിൻ്റെ വേറെ ലെൻസാണ് ഇത് ഇതെന്ന് പറഞ്ഞാൽ ഒരു ഉടക്കൽ പോലത്തെ സാധനമാണ്. കല്യാണത്തിനൊക്കെ 55 to 250. ഇത് നമുക്ക് സൂം ലെൻസ് നല്ലോണം സൂം ചെയ്തിട്ടൊക്കെ എടുക്കാനുള്ള ലെൻസാണിത്. കല്യാണത്തിനാണ്. പിന്നെ ഉള്ളത് പറഞ്ഞാല് 55mm ലെൻസാണിത്. ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു സാധനം. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അഡാപ്റ്ററാണ്. അതായത് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ മിറർലെസ് ക്യാമറ ആണ്. അതുകൊണ്ട് ഇത് ഡയറക്റ്റ് കുത്താൻ കഴിയില്ല. ഈ സാധനം ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഭയങ്കര ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം അതേമാതിരിയാണ് ഈ ഒരു ലെൻസ്. ഇനി നമുക്ക് ഈ ലെൻസ് ഇതിന്റെ അകത്തിട്ട് കാണിച്ചാൽ പിന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ലെൻസ് മൊത്തം ലെൻസാണ് അല്ലേ ആ ക്യാമറയിൽ കാണാൻ. അതെ, 1, 2, 3, 4 പിന്നെ അവിടെ ഒരു ക്യാമറ ഫുൾ സെറ്റാണ്. അപ്പൊ ഈ ഒരു ലെൻസ് പറഞ്ഞാൽ ഇത് കാനോണിന്റെ M50 വരുന്ന M50ന്റെ കിറ്റ് ലെൻസ് തന്നെയാണ്. എത്ര 45mm ലെൻസാണ് ഈ കാണുന്നത്. ഓക്കെ, നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന ലെൻസ് എന്ന് പറഞ്ഞാല് സോ എല്ലാവരെയും ഒരു ഡ്രീം ആയിട്ടുള്ളൊരു സംഭവമാണ് M50 വിത്ത് 50mm ലെൻസ്. പൊളി സംഭവമാണ്. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. അതായത് ഈ ഒരു മൗണ്ട് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മൗണ്ടിലേക്ക് ഇട്ടിട്ട് ഇനി ഈ M50ന്റെ മോഡല് ഈ സാധനം M50 ഉള്ള ഒരു ഡ്രീമാണ് 50mm ലെൻസ്. ഐ തിങ്ക് അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. സോ നമ്മളൊന്ന് ഇട്ട് വെക്കാം. ഇട്ടിട്ടുള്ള വ്യൂ കാണിച്ചാൽ ഡിഫറൻസ് കാണിച്ചാൽ ഒരു ഫോക്കസ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോകണമെന്നറിയോ 50mm അത്രയും സൂം ആയിട്ട്. പക്ഷെ ബ്ലറ് കണ്ടോ? നമ്മളെവിടെ? പക്ഷെ ക്യാമറ കുറച്ചുകൂടെ ബാക്ക് പോകണം. അപ്പോഴേ ഇത് സെറ്റ് ആവുള്ളൂ. പക്ഷെ ബ്ലറൊക്കെ കണ്ടില്ല നമ്മള് അത്ര ഷാർപ്പും ലൈറ്റ് ആ ഡിഫറൻസ് മനസ്സിലായി. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നല്ല അടുത്താണ് ബാക്ക്ഗ്രൗണ്ട് ഇതാവുന്നുണ്ട്. ആണ്ടോ? ഞാൻ നല്ലോണം ബ്ലറായില്ലേ? ആ ഒരു ഇത് കണ്ടില്ലേ? ആ ലൈറ്റ് ഒക്കെ കണ്ടു അവിടെ നല്ല ലൈറ്റ്. അപ്പൊ രാവിലെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്.
കുറച്ചുകൂടെ ബാക്കോട്ട് പോകും. ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് എന്നാലും എത്തുള്ളൂ. കുറച്ച് അവിടെ കൊണ്ടാക്കാം നമുക്ക്. അതാണ് നമ്മളെ സ്റ്റാൻഡിന്റെ ഉപയോഗം. അതെ. ഓക്കെ ഓക്കെ സെറ്റ് അല്ലേ? സെറ്റ്. ഈ ഒരു ലെൻസിന്റെ ഫോക്കസ് ലൈറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? പക്ഷെ ഈ ഒരു ലെൻസ് ആണെങ്കിൽ ഈ ഒരു ലെൻസ് ആണ് പെട്ടെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ അവിടെ കൊണ്ട് വെക്കണം അറിയോ? ഇപ്പൊ ആ ജനലെടുത്താണ് ഇപ്പൊ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇതാ എത്ര വരാറുണ്ട്, കുറെ വരാനുണ്ട്. ഇത്രയും ബാക്കിൽ നമ്മൾ ഇരിക്കുന്നത്. ഈ ഒരു ലെൻസ് ആണെങ്കിൽ അവരുടെ മുകളിൽ കൊണ്ട് വെച്ചിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കേണ്ടി വരും. അതേമാതിരി ഈ ഒരു ലെൻസ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇത് അത്ര ഫോക്കസ് ഉണ്ടാവില്ല. പിന്നെ ഇത് അതിന്റെ ഡയറക്റ്റ് ലെൻസ് ആണ്. അതിന്റെ ഡയറക്റ്റ് ലെൻസ് ആണ് ഇത് എന്ന് പറഞ്ഞാല്. അപ്പം ഈ ഒരു ലെൻസ് ഇതിന് ഇത് M50 ലെൻസ് ആണ്, അതായത് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ക്യാമറയിലെ ലെൻസ് ആണ്. ഈ ഒരു ലെൻസ് ഇനി ഷൂട്ട് ആവില്ല. സോ ഇത് രണ്ടുമാണ് 1300 ലെൻസ്. ഇനി നമുക്ക് അതിൻ്റെ അകത്തുള്ള ഫുട്ടേജസ് ഒക്കെ നോക്കാം. അപ്പോൾ നമ്മളെ ലെൻസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ക്യാമറ ഇങ്ങനെ ഉണ്ടാക്കാൻ M50 ഇത് 50mm ലെൻസ്, ഇത് നമ്മളെ ബോയൻ്റെ മൈക്കും, പിന്നെ നമുക്ക് ലാൻസ് ട്രൈപ്പോഡും എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് കാണിച്ചതാ ഷൂട്ട് ചെയ്യുന്ന മറ്റേ കാണിച്ചതാ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ. ഇതിൻ്റെ ബ്ലറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും. ആ വീഡിയോയിൽ അതിലല്ല, ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്ന വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ബ്ലറും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അടിപൊളി ലെൻസായ സെറ്റല്ലേ? ഏതാണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 9000 അടുത്തുണ്ട്. ഇപ്പോൾ കൂടിയെന്ന് തോന്നുന്നു 10,000 കാണിക്കുന്നുണ്ട് ഓൺലൈനിൽ. ഷോപ്പിൽ 8500 9000 ആ റേറ്റൊക്കെ ആണ്. പിന്നെ ഇത് എടുക്കാൻ പോകുന്നവരോട് കാര്യമായിട്ട് പറയാനുള്ളൊരു കാര്യം, ഫസ്റ്റ് M50 അല്ല 50mm ലെൻസ് എടുക്കാൻ പോകുന്നവരോട് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലെൻസ് സൂം ചെയ്യാൻ പറ്റില്ല. 50mm അങ്ങനെ നിൽക്കും. ബാക്കോട്ട് സൂം ചെയ്യാൻ കഴിയില്ല, മുന്നോട്ട് സൂം ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ ലെൻസ് ഒക്കെ ആണല്ലേ ഇപ്പോൾ സൂം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ലെൻസിന് സൂം അഡ്ജസ്റ്റിംഗ് ഇല്ല. അതേമാതിരി ഫോക്കസ് അഡ്ജസ്റ്റിംഗ് ഉണ്ട്, മാനുവലായിട്ടും ഓട്ടോ ഫോക്കസ് ആയിട്ടും കിട്ടും. പക്ഷേ സൂം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. 50-50 നിൽക്കും എന്നല്ലാണ്ട്. പിന്നെ ക്യാമറ M50 ഒരു മാരക സാധനമാണ്. 4K വരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാരക സാധനമാണ് M50. പിന്നെ M50 ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ 4K ഷൂട്ട് ചെയ്യുമ്പോൾ ക്രോപ്പ്ഡ് ആയിരിക്കും, അതായത് സ്ക്രീൻ പിന്നെയും ചെറുതാവും.
പക്ഷെ നല്ല പക്ക ക്ലാരിറ്റി ആയിരിക്കും. ആ ക്രോപ്പ് സെൻസറിന്റെ ഒരു ഇഷ്യൂ മാത്രമേ 50-ലുള്ളൂ. അതൊരു ഇഷ്യൂ ആയിട്ട് കണക്ക് കൂട്ടേണ്ട. കുറച്ച് ലോങ്ങിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ഒരു ഇഷ്യൂ അല്ല. പിന്നെന്താ പിന്നെ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ആക്സസറീസ് ഫോർ ഷൂട്ടിംഗ്. ഷൂട്ട് ചെയ്യുന്നതിന്റെ Collection ആണ്, ആക്സസറീസ് collection. 1300 M50 50mm ലെൻസ് 250mm 55 ആണെന്നുള്ളത്. 55 45 ഇതൊക്കെയാണ് നമ്മളെ ലെൻസ്. അതെ ടൂൾസ്. ഇതൊക്കെയാണ് പണിയായുധങ്ങളാണ്. ഒന്നുമല്ല വേറെ സാധനങ്ങളില്ലേ? ഇനി സാധനങ്ങൾ ഓൺ ദ വേ ആണ് അല്ലേ? ഓൺ ദ വേ ഉണ്ട്. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് ഈ 50mm ലെൻസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. 50mm 1.8 ആണ് ഇതിന്റെ ഫോക്കൽ ലെങ്ത് വരുന്നത്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക. കമാൺ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് അടിക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ മണിയടിക്കുക. ബൈ ബൈ ഗൈസ്. മിനി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.